Pro X200 Proയിൽ എത്ര വരെ സൂം ചെയ്യാൻ പറ്റും എങ്ങനെ ക്ലാരിറ്റി കൊണ്ട് നോക്കാമേ. വീട്ടിലെ ചായ ഒന്നും ഇടൂല, വീട്ടിലൊരു ഒന്ന് രക്ഷപ്പെടുത്തു. ലോ ലൈറ്റ് വിത്ത് X200 Pro. യോ ബ്രോ, ടയറോടെ ഇത് വയറ്, ഇത് ടയർ. കാലേ വണക്കം കൂട്ടുകാരെ. ഇപ്പോൾ സമയം 2:45 അടുപ്പിച്ചായി. അമ്പലത്തിൽ പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. എവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു കൂട്ടുകാരെ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറക്കം. അമ്പലത്തിൽ പോവാൻ എണീക്കാൻ ചെറിയ മടിയായിരിക്കും. പക്ഷെ എണിച്ച് കഴിഞ്ഞിട്ട് റെഡിയൊക്കെ ആയി പോവുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കും. ആ തുടക്കം മാത്രമാണല്ലോ പാട്. താൻ പാതി ദൈവം പാതി. 3 മണിയായി. വിളക്ക് കത്തിച്ചിട്ട് കുളിച്ചിട്ട് ഒക്കെയാണ് പോകുന്നത്. കുളിക്കാൻ പോണ കൂട്ടുകാരെ. ആഫ്റ്റർ 2 days 3 days 5 days 5 days ഒന്നുമല്ല, സാറ്റർഡേ കുളിച്ചായിരുന്നു. ഡെയിലി കുളിക്കുമല്ലേ? ഡെയിലി കുളിക്കണോ? പാടില്ലേ? സേവ് വാട്ടർ. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതൊക്കെ 3 മണിക്ക് പല്ലൊക്കെ തേച്ചിട്ട് സമ്മതിക്കണം. 3 o'clock പല്ല് തേക്കിങ്. ഹലോ, പല്ല് തേക്കാറുണ്ടോ? ഇത് അപ്പൂപ്പനാ. ബസ് കട്ട്. ബ്രഷ് ടീത്ത് ട്വൈസ് എ ഡേ. ട്വൈസ് എ ഡേയോ? ത്രൈസ് എ ഡേ. സംഭവിക്കാറില്ല. വൺസ് എങ്കിലും ചെയ്യാറുണ്ടോ? മറന്നു പോകാറില്ലേ? പെട്ടെന്ന് റെഡി ആവോടെ. എന്ത് ഡ്രസ്സ് എടുക്കാൻ ഇനി 5 മണിക്ക് വേണ്ടി വരും. സമയം നോക്ക്. 5 മണിക്കെങ്കിലും എത്തണ്ടേ അമ്പലത്തിൽ. 4 മണിക്ക് എത്താനാണ് പ്ലാൻ. 5 മണിക്കെങ്കിലും എത്തണ്ടേ പ്ലീസ്. പെട്ടെന്ന് ഫാസ്റ്റ്. തല ചോറി ബൈ വൈ. അപ്പോൾ കുളിച്ചിട്ട് വരാം. ലോങ് ബാക്ക് sometime every time. Okay, bye. റെഡിയായി. I am also ready. ബസ് ഇന്ന് ഇച്ചിരി ലേറ്റായി പോയി. 4 o'clock ആവാൻ പോകുവാണ് കൂട്ടുകാരെ. വീഡിയോ എടുത്തെടുത്തിട്ട് ഇച്ചിരി ലേറ്റായി പോയി. ഓക്കെ, ഇതേപോലെ ഈ സ്പോട്ട് കണ്ടിട്ടുണ്ടോ? ഇതാണ് തിരുവനന്തപുരത്തിന്റെ ബൈബിൾ ഫോറോ. മിഷൻ അക്കംപ്ലിഷ്ഡ്. ഇന്നിച്ചിരി കുറച്ച് ലേറ്റ് ആയി പോയില്ലേ? പത്മനാഭസ്വാമി അമ്പലത്തിൽ രാവിലെ വരുന്നത് വേറൊരു വൈബാണ്. വൈബ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ അകത്ത് ഫുള്ളായി ആ ഡേ സൂപ്പറായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഡെയിലി വരാമെന്നൊരു പ്ലാൻ ഇട്ടേക്കുന്നത്. പക്ഷേ ഡെയിലി നടക്കാറില്ല. ഒരു 2:30 എനിക്ക് പാടായിരിക്കും. ചിലപ്പോൾ ഒരു 2:45 ആവും, ചിലപ്പോൾ 3 ആവും. അതൊക്കെയാണ്. പക്ഷേ ഇന്ന് വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ പോയി വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പം നാളെ തൊട്ട് ഡെയിലി വരാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഒന്ന് രക്ഷപ്പെടുത്തു. Low light with X200 Pro. Yo bro. കിട്ടി. വീഡിയോയിൽ കിട്ടി. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത് കൂട്ടുകാരെ? മൈ വൺ ഓഫ് ദ ഫേവറേറ്റ് അമ്പലം ഓഫ് ട്രിവാൻഡ്രം, ശംഖുമുഖ ദേവി അമ്പലം. മനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ വിഷമങ്ങളോ വന്നാൽ ഇവിടെ വന്നാൽ ഈ കോമ്പൗണ്ട് എൻ്റർ ചെയ്താൽ മാത്രം മതി. പോസിറ്റിവിറ്റി വൈബാണ്. ആണോ അല്ലേ? ഇവിടെ ജിമ്മിൽ പോണ ഷയർ ജിമ്മ. ഏത് ജിമ്മയുടെ ഇത്? ജിം ബോഡി അടിക്കാൻ വേണ്ടി മസാലൊക്കെ കൂട്ടി വെച്ചൊക്കെയാണ് കൂട്ടുകാരെ. കൊള്ളാം.
ചൂടത്ത് ഈ ജാക്കറ്റ് കൊള്ളാം. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാം. അടുത്ത അമ്പലം എത്തി കൂട്ടുകാരെ, അടുത്ത അമ്പലം എത്തി. ഇതപ്പോൾ ഇന്ന് എത്ര അമ്പലം? 1, 2, 3, 4ാമത്തെ അമ്പലം അല്ലേ? പത്മനാഭസ്വാമി ടെമ്പിള്, കോവില്, ശ്രീകണ്ഠേശ്വരം പോയി. അല്ല പോയെന്ന് വെച്ചാൽ അകത്ത് പോയില്ല, പുറത്തു നിന്നാണ് പ്രാർത്ഥിച്ചല്ലോ. ബൈബിൾസിനാണല്ലോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ 3rd ശംഖുമുഖ ദേവി അമ്പലത്തിൽ പോയി. പിന്നെ 4th ഇതാണ് ഇരിങ്കുളങ്ങര ദേവി അമ്പലം. അതല്ലേ അതിൻ്റെ ശരി. അതെ അതെ. നെക്സ്റ്റ് അമ്പലം, അതായത് 5th അമ്പലം ഇല്ലേ? 5th അമ്പലം എത്തി കൂട്ടുകാരെ. മുരുകൻകോവിൽ സ്പോട്ടിലുള്ളത്. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ് അമ്പലം. ഞാൻ എല്ലാ അമ്പലത്തിലും പോകില്ല, പക്ഷേ പോകുന്ന അമ്പലത്തിൽ നല്ല വൃത്തിക്ക് പോകും അല്ലേ കൂട്ടുകാരെ? പോകുന്ന അമ്പലത്തിൽ ഞാൻ വൃത്തിക്ക് പോകുന്നു അല്ലേ? ഇപ്പോൾ ഈ ഫോണിലെ വിവോ X200 Proയിൽ എത്ര വരെ സൂം ചെയ്യാൻ പറ്റും, എങ്ങനെ ക്ലാരിറ്റി കൊണ്ട് നോക്കാവേ. കണ്ട ക്യൂണ് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. ഈ ക്യാമറയിൽ കണ്ടപ്പോഴാണ് അറിഞ്ഞത് ക്യൂ. അത് ഇവിടെ വരെ എത്താൻ പറ്റും. വിവോ X200 Pro കൊള്ളാമല്ലോ എന്ന് പറയൂ കൂട്ടുകാരെ. ഇത് വേണ്ട, ട്രിവാൻഡ്രത്തിലെ ഏറ്റവും ബെസ്റ്റ് പത്രി ഇതാണ് കേട്ടോ. ദേവി ടീ സ്റ്റോൾ. ഒരു 5 മണിക്കൊക്കെ ഓപ്പൺ ആവും, ഒരു 10:30 ആവാം, ഒരു 5:30 ആവും. പക്ഷേ എൻ്റെ മോനെ 7-7:30 പത്തിന് തീരും, പിന്നെ കിട്ടൂല. കരമന ചൂടാ. വീട്ടിലെ ചായ ഒന്നും ഇടൂല, വീട്ടിലൊരു ജോലിയും ചെയ്യൂല, എന്നിട്ട് കടയിൽ വന്നിട്ട് ചായ കുടിക്കാറില്ലേ? എന്നിട്ട് ആൾക്കാർ വിചാരിക്കും, മനസ്സിലായ? പത്രികാറി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ വേണ്ടി. വീട്ടിലൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൂലേ, ചുമ്മാ ഹോട്ടലിലാണല്ലോ ഫുഡൊക്കെ. എന്തോന്ന് എന്നാ ആൾക്കാരൊക്കെ ചോദിക്കും, മനസ്സിലായി? വീഡിയോ കാണുമ്പോൾ അങ്ങനെ പറയണം. അതാണ് പൂരി 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 സുട് സുട് സുട സുട. എൻ്റെ ഫോണിൽ സൂം ടെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കിയത്, പക്ഷേ അത്ര ക്ലിയർ ആയില്ല. ഫുഡൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇവിടെ വീട്ടിൽ വന്നിരിക്കുന്നു. കാണിക്കും, അതാണ് എൻട്രൻസ് ബാൽക്കണി. സ്കൂട്ടർ അവിടെ അമ്പലത്തിൽ പോയിരിക്കും. ഞാൻ ഫുൾ ഓട്ടങ്കൽ ആയതുകൊണ്ട് സ്കൂട്ടറിൻ്റെ ബാക്ക് ടയർ തയ്യാറായി. അപ്പം ഇന്ന് പോയി മാറ്റണം. അപ്പം ഇന്നും ക്ലാസ് ഉള്ളത് കൊണ്ട് സ്കൂട്ടർ വേണം. അപ്പം അതുകൊണ്ടും ആണ് വന്നത് ഇവിടെ. പിന്നെ ഈ കുട്ടി അമ്മയെ കാണാമല്ലോ, ഈ കുട്ടി കന്നപ്പത്ത് പേസ്. സോ ദാറ്റ് ഇസ് എ സംഭവം. ഓൺ ചെയ്ത് കയറ്റിക്കൂടെ? സ്റ്റാർട്ടാക്ക്. ഞാനോട് ഇരിക്കുക, അപ്പോൾ കുറച്ചുകൂടെ എക്സസൈസ്. ഗേറ്റ് തുറക്കണോ? തനിയെ വഴി വെട്ടി വന്നവനാണ് കേട്ടോ. മതി മതി മതി.
നല്ലൊരു എക്സസൈസ് ആണ് കൂട്ടുകാരെ. 1 kg റെഡ്യൂസ്. വീട്ടിലുണ്ടാക്കണം കേട്ടോ. വട മുഖ്യം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് SV TVS. ഇവിടെ മാത്രമേ ഉള്ളൂ ടയറിൻ്റെ സ്റ്റോക്ക് ഉള്ളെന്ന് പറഞ്ഞു. ബിക്കോസ് ഇലക്ട്രിക് ആയതുകൊണ്ടേ ഇപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും സാധാ കടയിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. സമയം 8:56. അപ്പം നേരത്തെ കൊണ്ട് ഏൽപ്പിച്ചാൽ ഉച്ചയ്ക്ക് അകത്ത് തീർക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. രണ്ടും TVS തന്നെ. TVS ഫാമിലി. ഫസ്റ്റ് TVS പെപ്പ് വന്നു, പിന്നെ TVS IQ ബസ് വന്നു. നമ്മൾ എങ്ങോട്ട് പോകുന്നു കൂട്ടുകാരെ? എവിടെയോ എങ്ങോട്ടോ മറന്ന പോലെ. സർവീസ് സെൻ്റർ അടുത്തായതുകൊണ്ട് ഇവിടെ ഒന്ന് കയറ്റി പോകാനൊക്കെ വിചാരിച്ചു. ബസ്സൊക്കെ ഓടി ഞാപങ്കം വെറുതെ. അപ്പോൾ ശരി കൂട്ടുകാരെ, ഞാൻ ക്ലാസ്സിൽ നിന്ന് പോയിട്ട് വരാം. This is my bike for the day. ബാറാണ് കേട്ടോ. ആ മൈലേജ് 10 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ മതി. 10 രൂപയ്ക്ക്. ഇതാ ഉച്ചയ്ക്ക് ചോറ് റെഡിയായി കൂട്ടുകാരെ. കുറച്ച് ലേറ്റായതും റെഡി ആയിട്ടുണ്ട്. വ്ളോഗില് ഫുഡ് മാത്രം. ഫസ്റ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിൽ പിന്നെ തനിയെ ഫുഡ് AI വെച്ച് ഫുഡ് ഉണ്ടാക്കി വരണം എന്ന് വിചാരിച്ചല്ലേ? വിചാരം കുറച്ച് കൂടുതലായി പോയി. എങ്ങനെ പറയാൻ തോന്നുന്നു? മനസാക്ഷി ഉണ്ടോ? ഫുഡൊക്കെ അടിച്ച് നല്ല ഉറക്കം വരുന്നുണ്ട് കൂട്ടുകാരൻ. പക്ഷേ വണ്ടി റെഡിയായെന്ന് പറഞ്ഞിട്ട് എടുത്തോട്ട് പോകാതിരിക്കാൻ പറ്റുമോ? ഈ വെയിലത്ത് പോകണം, പോയാലേ പറ്റും. എന്ത് ചെയ്യാനാണ് കൂട്ടുകാരെ? ഉറങ്ങിയല്ലേ? സൂപ്പർ. ഇതല്ലേ പറ്റൂ. എല്ലാം മുറിയെ പണിയെടുക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. യെസ് അല്ലേ? മതിയാ. വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന വേക്കാണ് ഈ കണ്ട കേട്ടാ. അടിപൊളിയല്ലേ? നമ്മൾ മറ്റേ ഇവിടെ ഡൽഹിയിലൊക്കെ പോകുന്ന പോലെ ഫീലല്ലേ? കൊള്ളാം. അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി വീണ്ടും SV TVS വന്നിട്ടുണ്ട്. പുതിയൊരാൾ കാണണം. പുതിയ ഒരാളെ. ഇതാര്? തീവ്രവാദി. കൺകലീരണ്ടാലുണ്ട കണ്ണീരുണ്ടല്ലോ. വെയിലടിക്കും മാമ, കരുത്തരുവാ മാമ. പൊടി 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 പൊടി. ടയർ മാറ്റിയാ? മാറ്റി കൂട്ടുകാരെ. എവിടെ ടയർ? ടയർ എവിടെ? ഇത് വയറ്, ഇത് ടയർ. ടയർ അവിടെ എൻ്റെ ചോദിച്ചാ അല്ലേ? ഏത് ടയറാണ് മാറ്റിയെന്നാണ് ഞാൻ. ഇതാണ് മാറ്റിയത്. ഇത് ഫ്രണ്ട് ഉണ്ട് കേട്ടാ. ഡിഫറൻസ് ഉണ്ടോ? അത് സൈഡ് ഡിഫറൻസ് ഉണ്ട്. ഇനി അടുത്ത് എത്ര മാസത്തിൽ തെയ്യോ കണ്ടറിയാം. ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി? കറക്റ്റ് 1 year ആയി. ഇത് കിലോമീറ്റർ 14,700 ഓൺലി. അച്ഛനൊന്നും ചോദിച്ചു കേട്ടാ മാറ്റാറായെന്നൊക്കെ. അപ്പൊ ഞാൻ മാറ്റാറ് കേട്ടാ. അത്ര ഓട്ടം ഉള്ളതുകൊണ്ടാണ് മാറ്റുന്നതൊക്കെ പറഞ്ഞിട്ട് 56 കിലോമീറ്റർ മാത്രമേ ഇന്ന് ഓടിയിരിക്കുന്നു കൂട്ടുകാരെ. ഫൈനലി വീട് എത്തി. നല്ല അടപ്പളവി. ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ്. മുഖംമൂടിയിട്ട കൊള്ളക്കാരൻ. ഇനി ഒരു കാഫിയെ കുടിച്ച് അങ്ങ് ഇരുന്ന് പിന്നെ വേറെ കുറച്ച് എഡിറ്റിംഗ് ചെയ്ത് നാമൊക്കെ പറഞ്ഞ് ഇനി അടുത്ത ദിവസം എന്തൊക്കെയാണ് പ്ലാൻ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യാനുള്ള പ്ലാനിങ് ആണ് കൂട്ടുകാരെ. അപ്പോൾ കാണാം.